അസ്സലാമലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പം അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മളെ മുറ്റത്ത് നിന്ന് നല്ലൊരു പൂക്കളൊക്കെ ഒരുക്കിക്കണം കേട്ടോ. നമ്മളെ മക്കൾ നമ്മളെ മിന്നുട്ടിയും സിയമോളും മിയമോളും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു നല്ലൊരു പൂക്കളം ഒരുക്കിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ പൂക്കളം ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പൂക്കളം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാളും അയലോകത്ത് തൊക്കെ പോയിട്ട് കുറേ പൂവൊക്കെ പറിച്ച് കൊടുന്നകാണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പൂക്കളം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതേമാതിരി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ചായക്ക് കടിയെന്നും ചോറ്റിനെന്താ കൂട്ടാനെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് നമ്മളെ ചങ്ങാഴ്ചയാക്കും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും അതേമാതിരി ഗോതമ്പ് പൊടിയും രണ്ടും കൂട്ടിയിട്ട് ഞാനിന്നൊരു ചീയപ്പാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും രണ്ടും പാടെ ഞാൻ എന്താട്ടി മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടനാടൻ ബ്യൂട്ടി രുചി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചേച്ചി നമ്മളോട് പറഞ്ഞു എന്നും ഈ മിക്സി ഇങ്ങനെ കാട്ടിത്തരാതെ നമ്മളെ പെരൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തന്നൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളാ ചേച്ചി പറഞ്ഞ് കേട്ടുക്കണം കേട്ടോ. അന്ന് നമ്മൾ പെരൻ്റെ മുൻവശമൊക്കെ കാട്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുത്തുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കണമല്ലോ, നമ്മളൊരു സബ്സ്ക്രൈബറുമാണ്, അതേമാതിരി നമ്മളെ വീഡിയോ എന്നും കാണുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കാട്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ മിക്സിയിലൊക്കെ അരച്ചിട്ട് ഞാൻ പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ പാർന്ന് നമ്മൾ അരി അരച്ചിക്കാണ്ട് എങ്ങനെയാണ് ഈ ചീയപ്പത്തിന് മാവ് കൂട്ടൽ അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടൽ. അപ്പോൾ പിന്നെ കുറച്ച് ചുടുവെള്ളം കൂടി ഞാൻ മുക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിക്ക് നമ്മളെ ചായൻ്റെ വെള്ളത്തിൽ നിന്നാണ് കേട്ടോ വെച്ചിന്നാണ് ഞാൻ വെള്ളം മുക്കിയത്. പിന്നെ എനിക്ക് പഞ്ചാരയും ചായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചരി കഴിഞ്ഞിക്കണ്, അതേമാതിരി അരിപ്പൊടി ഇനി കുറച്ചുള്ളൂ കേട്ടോ. അപ്പം ഇനി അരിപ്പൊടി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്താട്ടുന്നേരം ഇനിയിപ്പോൾ നമുക്കൊരു നൂൽപുട്ടോ പത്തിരിയൊക്കെ ചുടണമെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല, മഴയല്ലേ, ഉണക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ അരി കഴുകി വെയിലത്തിട്ടിട്ട് മഴയാണ് പെയ്താൽ പിന്നെ നമ്മൾ കൂക്കി കുടുങ്ങി ഇറങ്ങാണ്ട് പിന്നെയും വീഡിയോ ഇടേണ്ടി വരും. അപ്പോൾ പിന്നെ ഇനി അതിന് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എന്താട്ടി രണ്ടും കുറച്ച് ഈച്ചെടുത്ത് കാണ്ടാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് അരച്ചെടുത്ത് കാണ്ട് നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അതാണ് കേട്ടോ ചായക്ക് കടി ഉണ്ടാക്കണത്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ പറന്ന് നമ്മൾ മാവൊക്കെ നല്ല ലൂസാക്കി എടുത്തുക്കണം കേട്ടോ പാകത്തിന്. പിന്നെ ഞാൻ നമ്മളെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കണുണ്ട് കേട്ടോ, നമ്മളെ തിച്ചാനും വേണ്ടി. അപ്പം അങ്ങനെ വെണ്ണൂറൊക്കെ വാരുന്നുണ്ട്. പിന്നെ നമുക്ക് വറകും കോളിയൊക്കെ വെച്ച് ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് തിജ്ജ് പൊടിപ്പിച്ചാൽ പിന്നെ ഈ ഗോതമ്പ് പൊടി ഒറ്റക്ക് വെച്ചിക്കാണ്ട് അപ്പം ചുട്ടാൽ മക്കൾക്ക് പറ്റൂല കേട്ടോ. ഇതെന്തൊരു അപ്പമ്മ ഞങ്ങൾക്ക് മണ്ടാറ്. അപ്പോൾ പിന്നെ രണ്ടും പാടെ ആയാൽ കുഴപ്പമൊന്നുമില്ല, വല്ലാതെ അങ്ങോട്ട് അറിയില്ല. എന്നാലും അറിയാത്ത കേടൊന്നുമില്ല കേട്ടോ, ഓൽക്ക് അറിയാം. ഇതൊരു മഞ്ഞ കളറേക്കാരം, മറ്റേ ചീയപ്പം ഒരു വെള്ള കളറാണല്ലോ, ഓൽക്ക് അറിയാത്ത കേടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിജ്ജൊക്കെ കത്തിച്ച് കാണ്ട് ഞാൻ ചട്ടി വെച്ചേക്കണം കേട്ടോ അടുപ്പത്ത്. ഇനി കണ്ട തിജ്ജൊക്കെ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അപ്പം ഞാൻ ഓലക്കൊടിയാണ് വെച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവിടെ കലക്കിയിട്ട് അങ്ങോട്ട് പാർന്ന് കൊടുക്കാം. അപ്പം എന്നും ഉണ്ടല്ലോ നമ്മൾ ചാക്കേരിയൊക്കെ വെച്ച് കണ്ടല്ല പച്ചേരി വെച്ച് കണ്ട് ചീയപ്പം ചുടണം. അപ്പം ഇതിനോടൊന്ന് ചുട്ട് വെക്കാം നമുക്ക്. രണ്ടതിനോട് ചുട്ടാലും ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇതാക്കണേ അപ്പം ചുടുന്നുണ്ട് കേട്ടോ. അപ്പം ഒരപ്പായി. പിന്നെ ഈ അപ്പം ചുടുമ്പോൾ എങ്ങനെയാണെന്നറിയോ, കുറച്ച് നേരം അതിങ്ങനെ തുറന്ന് വെക്കണം, എന്നിട്ടേ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ എന്താട്ടെന്നറിയാം പാർന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കും, എന്നിട്ട് പിന്നെ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ എടുക്കലാണ് കേട്ടോ. അങ്ങനെ ആയാൽ അപ്പത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇതാക്കണേ രണ്ടാമത്തെ അപ്പവും പാർന്നിക്കണേ. ഇനി പിന്നെ മൂടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി പിന്നെ ഞാൻ അതിക്കൊന്ന് ചാറുണ്ടാക്കണത്, ഇന്നിപ്പോൾ ചാറുണ്ടാക്കണില്ല കേട്ടോ, ഉള്ളി കൂട്ടാനാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇപ്പോൾ ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കിയിട്ട്.
അപ്പോൾ ഇതിപ്പോൾ ചട്ടിനി ഉണ്ടാക്കിയാൽ ചിലപ്പം മക്കൾക്ക് പറ്റലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ഇതാ ഉണ്ടാക്കിയ കേട്ടോ. ഉള്ളി കൂട്ടാനാകുമ്പം മക്കൾക്കൊക്കെ തിരുപ്പതിയാണ്. അപ്പം ഞാൻ രണ്ട് ഉള്ളിയാണ് എടുത്തുക്കുന്നത്, 2 വലിയ ഉള്ളി നോക്കി എടുത്തുക്കണം കേട്ടോ. ഇനി അത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ അപ്പം അവിടെ വേകണുണ്ട് കേട്ടോ, അപ്പം വേകണുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്ത് ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചോറ്റിന് വെള്ളം വെച്ചിക്കണേ. അപ്പം ഇനി നമ്മൾ ചോറ്റിനില്ല തണീനൊക്കെ വെച്ചു, തണീ തീമിട്ടിക്കണേ. ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കണം. പിന്നെ ഇതാക്കണേ, അപ്പം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഗോതമ്പത്തിൻ്റെ ചീയപ്പം ചുട്ടെടുക്കണം കേട്ടോ നമ്മൾ. അത് നമുക്ക് മറ്റത് കരിഞ്ഞു പോയി, കുറേ നേരമായില്ലേ. അപ്പോൾ ഉള്ളി കൂട്ടാൻ പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാട്ടിക്കണേ. വെളിച്ചെണ്ണ പാർന്ന് കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് തക്കാളി ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് തന്നെയാണ് നമ്മളെ ഉള്ളി കൂട്ടാൻ കേട്ടോ. അപ്പം ഇന്ന് ഉള്ളി കൂട്ടാനും ഗോതമ്പത്തിൻ്റെ അപ്പമാണ്. അപ്പം നമ്മൾ മിന്നുട്ടിക്കും സനുവിനും അപ്പവും ഉള്ളി കൂട്ടാനും കൊടുത്തു. ഒരിക്കൽ മദ്രസക്ക് പോകണമല്ലോ, അപ്പോൾ ഒരിക്കൽ അങ്ങനെ മദ്രസക്ക് പോകാനും വേണ്ടി ഒരിക്കൽ ഞാൻ ചായ കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഓല് രണ്ടാളും ചായ കുടിച്ചാൽ നിൽക്കണം. അതിൻ്റെ ബാക്കിലായിട്ട് പിന്നെ ഓല പറഞ്ഞു വെച്ചിട്ട് വേണം ഞമ്മക്ക് ചായ കുടിച്ചാൻ കേട്ടോ. അപ്പം അങ്ങനെ രണ്ടാക്കും ചായ കൊടുത്തുക്കണേ. അപ്പം ഞോലങ്ങനെ കുടിച്ചിട്ട് ഓലൊരു വൈക്കാണ് പറഞ്ഞേക്കണം. എന്നിട്ട് ഒരു വൈക്കാക്കിയിട്ടേ പിന്നെ ഞമ്മക്ക് ചായ അടിച്ചാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാക്കും ചായ കൊടുത്തിട്ട് കണ്ടില്ലേ, അപ്പം രണ്ടാളും ബാക്കിയാക്കി വെച്ചിരിക്കണം കേട്ടോ. രണ്ടാളും പറഞ്ഞ് ഞങ്ങൾക്ക് വന്നിട്ട് മതിയായിരുന്നു. അപ്പം രാവിലെ തിന്നാത്തതിൻ്റെ കാരണം ഈ ഒരു അപ്പായതിൻ്റെ കാരണമാണ് കേട്ടോ. ഓലാരും തിന്നാഞ്ഞത് വലിയ തീർപ്പതില്ല, പിന്നെ വന്നിട്ട് തിന്നാന്ന് പറഞ്ഞ് കാണ്ടാണ് പോയിക്കണത്. അപ്പോൾ ഞാൻ അപ്പം രണ്ടും ഞാനെടുത്തു. പിന്നെ ഞാനൊരപ്പം എടുത്ത് അങ്ങനെ ഒരു 3 അപ്പം എടുത്ത് ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ എന്താണെന്ന് അറിയാം, നമ്മളിങ്ങോട്ട് കടിച്ചാത്ത എന്തും നമ്മൾ തിന്നും, അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ മക്കളെ മാതിരിയല്ലോ, മക്കൾക്ക് അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഇതിങ്ങനെ ഈ മഞ്ഞ കളറിൽ അപ്പായിട്ട് വലിയൊരു തീർപ്പതില്ല. പിന്നെ വന്നിട്ട് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് പൊയ്ക്കാണ്. അപ്പം അങ്ങനെ ഓൽക്ക് രണ്ടാൾക്കും ചായ കൊടുക്കാൻ വേണ്ടി മദ്രസൊക്കെ വിട്ട് വരുമ്പോൾ നോക്കുമ്പം ചായ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി കുറച്ചുകൂടി ചായക്ക് വെള്ളം വെച്ചിക്കണേ മദ്രസ ഇട്ട് വരുമ്പോൾ കൊടുക്കാൻ. പിന്നെ ഒരു ക്യാബേജ് ഉണ്ട്, ഒരു ക്യാബേജല്ല, ഒരു ക്യാബേജിൻ്റെ മുറിയുണ്ട്. പിന്നെ കുറച്ച് ബീൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ബീൻസൊക്കെ ചിലതൊക്കെ നാശമായിക്കണ്, ചിലതൊക്കെ കേടന്നമാരുണ്ട്. അപ്പോൾ ഇന്ന് നല്ലത് മാത്രം പൊറുക്കിയിട്ടിട്ട് ബാക്കി നമുക്ക് കളയാം, അല്ലാതെ പറ്റൂല. അപ്പോൾ നല്ലത് മാത്രം ഞാനൊന്ന് പൊറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മളെ ഒരു കുറച്ച് ചായക്ക് വെള്ളം വെച്ചിനല്ലോ, അതൊന്ന് തിളച്ച് വന്നിക്കണം. അതിലേക്ക് പഞ്ചാരയും ചായപ്പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം ഇഞ്ചമാതിരി തന്നെയാണ്, നല്ലോണം ചായ വേണം കേട്ടോ. ഓലിക്ക് രണ്ടാക്കും വേണം ചായ. ഒരാൾ പാട്ടിയിലും കുടിച്ചും ഒരാൾ ക്ലാസ്സിലും കുടിച്ചും. അപ്പം വലിയൊരു ചുവന്ന ഗ്ലാസ് ഉണ്ട് കേട്ടോ. അതിൽ അതേമാതിരി തന്നെയാണ് ആ ചെറിയ ഇതും പാട്ടി, രണ്ടിലും ഒരേമാതിരി ചായ ഉള്ളൂ. അപ്പോൾ രണ്ടാൾക്കും ഒരുപാട് ചായയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ചായ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചായക്ക് വെള്ളം വെച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ബീൻസ് ഉണ്ടല്ലോ, നല്ലതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ ബീൻസിന് 2 സൈഡിലും ഒരു 6 മരിക്കത്ത് ഇതുണ്ടാവും, അത് രണ്ടും നമ്മൾ വലിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മളെ ബീൻസിൻ്റെ 2 ഭാഗത്തുനിന്നും അതിൻ്റെ ആരൊക്കെ ഉണ്ടല്ലോ വലിച്ചൂരി എടുത്തുക്കണേ. എന്നിട്ട് പിന്നെ ഞാൻ ക്യാബേജ് നടുക്കൊക്കെ പിന്നെ അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജും ബീൻസും ഒന്നിച്ചാണ് കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കണത്. ചിലപ്പം ഇന്നിപ്പോൾ 2 നേരത്തിന് നമുക്ക് ഒപ്പിച്ചണമല്ലോ, പിന്നെ ഉച്ചക്കും വേണം വൈകുന്നേരത്തിനും വേണം. അപ്പോൾ പിന്നെ രണ്ടും പാടെ ഇട്ടാൽ ബീൻസ് ഒറ്റയ്ക്ക് വെക്കാനും ഇല്ല, എന്നാൽ ക്യാബേജ് ഒറ്റയ്ക്ക് വെക്കാനും ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ രണ്ടും പാടെ ആയാൽ കുറച്ച് തോനുണ്ടാവുമല്ലോ. അങ്ങനെ ബീൻസ് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാബേജ് ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ബീൻസ് ഞാൻ ചെറുതാക്കിയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. കാരണം നമ്മളെ ക്യാബേജിന് വേവ് കുറവാണ്, ബീൻസിന് അത്യാവശ്യം ചിലപ്പോൾ കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞാൽ രണ്ടും പാടെ ഒന്നിച്ചല്ലേ വെക്കുന്നത്. അപ്പോൾ ഒന്ന് വെന്തുകാണ്ട് ഒന്ന് വേഗാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടും ഒന്നിച്ചാണ്ട് ഇട്ടുകണ്. എന്നിട്ട് പിന്നെ ബീൻസ് കുഞ്ഞാക്കി കാണ്ടാണ് കേട്ടോ അരിഞ്ഞിക്കണത്. പിന്നെ അത് കേകിക്കാണ്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. ബീൻസും അതേമാതിരി ക്യാബേജൊക്കെ കേകിയിട്ടാണ് അരിഞ്ഞിക്കണത്. അപ്പോൾ രണ്ടും പാടെ ഒന്ന് കൂട്ടി കുഴച്ചെടുത്തുക്കണം. ഇനി നമുക്ക് ചോറ്റിന് വെള്ളം വെച്ച് കഴിഞ്ഞാലോ, അപ്പോൾ അതൊക്കെ ഇതാക്കണ് തിളച്ച് വന്നിക്കണ്. അപ്പം ഇന്ന് വെറും മട്ടേരിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ രസം പീടിയത്തെ അരി കഴിഞ്ഞിക്കണ്. അപ്പോൾ നമ്മൾ മട്ടേരി ഇട്ട് കണ്ടാണ് ഇപ്പം ഇന്ന് ചോറ് വെക്കണം കേട്ടോ.
മട്ടേരി ആയാൽ എന്താണെന്നറിയാം, നമ്മളെ സനു ചോന്ത ചോറാണെങ്കിൽ ഇച്ച് കഞ്ഞി മതി ഇട്ടോ എന്ന് ആദ്യേ പറയും. അപ്പോൾ ഓന് ചോറ് വേണ്ട, ഓന് കഞ്ഞി മതി. മുന്നൂട്ടിക്കും തന്നെ ഓൻ കഞ്ഞി കുടിച്ചിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഓക്കും കഞ്ഞി തന്നെ മതിയാവും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പം ഈ അരി ആയതുകൊണ്ട് വലിയൊരു തൃപ്തിയില്ല ഓനിക്കൊന്നും. പിന്നെ ആ അരി വേണ്ട ഇപ്പം നമ്മൾ വെക്കുക. പിന്നെ ഞാൻ അതിക്ക് കുറച്ച് തേങ്ങയും മുളകും പാടെ ചീന്തിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെന്തുക്കണോ എന്നിങ്ങനെ നോക്കാം. പിന്നെ ഈ അരി ആകുമ്പോണ്ടല്ലോ നല്ലോണം കേകി എടുത്തുകൊണ്ട് അതിൻ്റെ ചോന്ത കളറൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു വെള്ള ചോറായി മാറും കേട്ടോ. അപ്പോൾ നമ്മൾ കാബേജ് കണ്ടില്ല, ഞാൻ കടുക് പൊട്ടിച്ച് കരിയേപ്പിട്ട് അതിക്കിട്ടിട്ട് നമ്മളെ ഉപ്പേരി ഇതാക്കണം, റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഇതൊക്കെ തന്നെയല്ല കാണിച്ചില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഞാനതൊന്നും കാണിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയാലോ, നമ്മൾ മിക്ക വീഡിയോയിലും ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പിന്നെയും വന്ന് നോക്കുകയാണ് കേട്ടോ നമ്മളെ ചോറ് എന്തായി എന്നുള്ളത്. അപ്പോൾ വെന്ത് ഞാൻ വാർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ച് വീതനയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പും വീതനയും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ഞാനിന്ന് ചാറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഈ ഒരു ഉള്ളിക്കൂട്ടാനും അതേമാതിരി പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ അത് മതി. പിന്നെ ചാറുണ്ടാക്കിയാൽ ആർക്കും വേണ്ട, വെറുതെ അങ്ങോട്ട് ചിന്തിക്കളയണം. അപ്പോൾ പിന്നെ ഇന്നാണ് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ തന്നെ കൂട്ടണം. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉള്ളിക്കൂട്ടാനായ എല്ലാവർക്കും തീർപ്പത്, പിന്നെ ഒക്കെ സ്കൂൾക്കും പോകൂലേ. പിന്നെ അതിലെ മീൻ ഉണ്ടായിനി, അത് ഞാൻ മുളക് വെച്ചിന്. അപ്പം അത് ഞാൻ ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ പാർന്ന് മീനൊക്കെ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും അതേമാതിരി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനൊക്കെ ശ്രമിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.